കേരളത്തിലേത് ഒരു ജനകീയ സർക്കാരോ? ഭൂരിപക്ഷാധികാരം തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയമങ്ങൾ നിർമ്മിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന സത്യം ഉയർത്തപ്പെട്ടു. തങ്ങൾ കൊണ്ടുവരുന്ന ഒരു നിയമത്തെ അഥവാ നിലപാടിനെ ജനമെതിർത്താൽ ഭരണാധികാരികൾ എന്തു ചെയ്യണം? നിയമനിർമ്മാണത്തിൽ പിഴച്ചുവെങ്കിലും അത് പിൻവലിക്കാൻ കാണിച്ച ധീരത ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിച്ചു. ജനഹിതമനുസരിക്കാൻ സ്വന്തം നിലപാടിൽ നിന്ന് താഴേക്കിറങ്ങുന്നതിൽ നാണക്കേട് തോന്നേണ്ട കാര്യമില്ലെന്ന് സർക്കാർ തെളിയിച്ചു. അങ്ങനെ കേരള ഗവൺമെന്റ് ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്നു. തങ്ങളുടെ മൃഗീയ ഭൂരിപക്ഷം കൊണ്ട് കരിനിയമങ്ങളും ദുർഭരണങ്ങളും അടിച്ചേൽപ്പിക്കുന്ന മോദിയുടെ ഫാസിസ്റ്റ് ഭരണത്തിന് ഏറ്റ പ്രഹരമാണ്. എഴുത്തുപലകയിലേക്ക് സ്വാഗതം. 2 ദിവസം മുമ്പ് കൊഴിഞ്ഞുപോയ ഒരിലയെക്കുറിച്ചാണ് ഇപ്പോൾ വീണ്ടും ഒരു ആലോചനയ്ക്കായി മുതിരുന്നത്. കേരളത്തിലുണ്ടായ ഒരു നിയമത്തെക്കുറിച്ചാണ്. പത്രസ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ ഒരു നിയമം സംസ്ഥാനത്ത് നിലവിൽ വന്നു. ഒരു ജനകീയ സർക്കാരിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു നിയമമെന്ന് കേരളത്തിലെ പൊതുസമൂഹം വളരെ ഭംഗിയായി പ്രതികരിച്ച ഒരു നിയമമാണ് 118A. രാജ്യത്ത് നിലനിൽക്കുന്ന പല നിയമങ്ങളും പലപ്പോഴും അധികാര ദുർവിനിയോഗത്തിൻ്റെ സാധ്യതകളായി മാറിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. പല നിയമങ്ങളും കിരാതവാഴ്ച നടത്താൻ ഭരണാധികാരികൾക്ക് കരുത്തു പകരുന്നവയാണ്, ജനകീയ സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്നവയാണ്. ഇത്തരത്തിലുണ്ടാകുന്ന നിയമങ്ങൾ തിടുക്കപ്പെട്ട് നിയമങ്ങൾ രൂപീകരിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ ഒരു നിയമം തയ്യാറാക്കുന്നതിൽ വേണ്ട കാര്യഗ്രഹണശേഷിയും പൊതുജന താൽപ്പര്യ അഭിപ്രായ സ്വരൂപണവും ഒക്കെ നടത്താതെ വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്. കൊഴിഞ്ഞുപോയ ആ ഇലയെക്കുറിച്ച് വീണ്ടും അത്തരത്തിൽ വിചിന്തനം ചെയ്യുന്നതിൽ അർത്ഥമില്ല. മറ്റൊരു കാര്യം പറയാനാണ്. ഇവിടെ ഒരു ജനകീയ സർക്കാർ ഒരു നിയമം കൊണ്ടുവരുന്നു. ആ നിയമം വേണ്ടത്ര പഠിക്കാതെയും തയ്യാറെടുപ്പില്ലാതെയും അവതരിപ്പിക്കുന്നു. ആ നിയമം പൊതുസമൂഹത്തിൻ്റെ എതിർപ്പിന് കാരണമാകുന്നു. അങ്ങനെ എതിർപ്പിന് കാരണമായപ്പോൾ ആ നിയമത്തിന് എന്ത് സംഭവിച്ചു? ആ നിയമം എവിടെ നിന്നാണോ രംഗപ്രവേശം ചെയ്തത് അവിടേക്ക് തന്നെ തിരിച്ചു മടങ്ങി. എപ്പോഴും ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത് സംഭവിക്കാവുന്ന ഒരു വലിയ കാര്യമാണ് ഇത്തരത്തിലുള്ള നിയമങ്ങളുടെ നിർമ്മാണം. ഭൂരിപക്ഷം കിട്ടി എന്ന ഒരു കാരണം ഒരു നിയമം നിർമ്മിക്കുന്നതിൽ തങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് തെറ്റിദ്ധരിക്കാൻ ഭരണാധികാരികളെ പ്രേരിപ്പിക്കാം. അപ്രകാരം ഒരു സംഭവം ഉണ്ടായപ്പോൾ കേരള പൊതുസമൂഹം കാണിച്ച വ്യക്തമായ ഒരു നിലപാട്, ഒരു പ്രതികരണം, ജനാധിപത്യം നമ്മുടെ നാട്ടിൽ അസ്തമിച്ചിട്ടില്ല എന്ന ഒരു കാര്യത്തെ ഉയർത്തിപ്പിടിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിയമം കൊണ്ടുവന്നത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്. സൈബർ ഇടങ്ങളിൽ നടക്കുന്ന അശ്ലീലം കലർന്ന പ്രയോഗങ്ങൾ, സ്ത്രീകൾക്കെതിരെയുള്ള ഉപദ്രവങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷേ അത് രംഗപ്രവേശം ചെയ്തപ്പോൾ വായടപ്പിക്കുന്ന, മിണ്ടുന്നവനൊക്കെ തടവറയ്ക്കകത്താകുന്ന ഒരു നിയമമായിട്ട് മാറി. അങ്ങനെ ഒരു ജനകീയ സർക്കാരിൽ നിന്ന് ഒരു കരിനിയമം പുറത്തു വരുന്നത് നല്ലതല്ല. അത് ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു നിയമം വന്നപ്പോൾ ഒരു പൊതുജനാഭിപ്രായം സ്വരൂപിക്കപ്പെടുന്നു. വളരെ പെട്ടെന്ന് പ്രതികരണങ്ങൾ ഉയരുന്നു. ആ പ്രതികരണങ്ങൾ ഭരണാധികാരികൾ സ്വീകരിക്കുന്നു. ഭരണാധികാരികൾ തങ്ങളുടെ തീരുമാനം മാറ്റുന്നു. ജനാധിപത്യം വിജയിക്കുന്നു. കേരളത്തിൽ നിലനിൽക്കുന്നത് ഒരു ജനകീയ സർക്കാരാണ് എന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് നമുക്ക് തോന്നുക. ജനാധിപത്യ വ്യവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒരു നിയമം വരുന്നു, ആ നിയമത്തിൻ്റെ സാങ്കേതികത്വമോ നിയമവശമോ ആ നിയമത്തിൻ്റെ പരിണിത ഫലങ്ങളോ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു ജനാധിപത്യ സമൂഹം അതിനെതിരെ പ്രതികരിക്കുന്നു. അങ്ങനെ പ്രതികരിക്കുമ്പോൾ ആ നിയമത്തിൽ നിന്ന് ചുവട് മാറ്റാൻ
ഭരണാധികാരികൾ തയ്യാറാകും. അധികാരം ജനങ്ങളുടേതാണെന്ന് ഉറപ്പിക്കപ്പെട്ട ഏറ്റവും സന്തോഷകരമായൊരു അനുഭവമാണ് ഈ നിയമനിർമ്മാണത്തിൻ്റെ പിൻവലിയിലൂടെ കേരള സമൂഹം കണ്ടത്. ഇത് ലോകത്തിന് മാതൃകയാക്കാവുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നു. ഭരണാധികാരികൾക്ക് പിഴവ് പറ്റാം, അല്ലെങ്കിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ ജനാധിപത്യ വിരുദ്ധമായി മാറാം, നിയമങ്ങൾ നീതിരഹിതമാകാം. അങ്ങനെ നീതിരഹിതമാകുമ്പോൾ നീതിരഹിതമാകുന്ന നിയമങ്ങളെ തൂത്തെറിയാൻ, പിഴുതുമാറ്റാൻ ജനത്തിൻ്റെ കയ്യിൽ അധികാരം ഇപ്പോഴുമുണ്ട്, ഇച്ഛാശക്തിയുണ്ട്. ആ ഇച്ഛാശക്തിയെ മാനിക്കുന്ന ഒരു ഗവൺമെൻറ് ജനകീയ ഗവൺമെൻറ്റാണ്, ജനാധിപത്യ ഗവൺമെൻറ്റാണ്. ആദ്യത്തെ ഭാഗത്ത് പിഴവാണ് പിണറായി സർക്കാരിനുണ്ടായതെങ്കിൽ രണ്ടാമത്തെ ഭാഗത്ത് പിണറായി സർക്കാർ ജനാധിപത്യ വ്യവസ്ഥയെ മാനിക്കുന്നൊരു സർക്കാരായി ഉയർത്തപ്പെട്ടു. ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ, ഇപ്പോൾ നിലനിൽക്കുന്ന രാജ്യത്തിൻ്റെ സ്ഥിതി പരിശോധിച്ചാൽ ഇതേപോലെ തന്നെ ഒരു സർക്കാർ കേന്ദ്രത്തിലുണ്ടല്ലോ. ആ സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങളെ ഒന്നും മാറ്റാൻ തയ്യാറായില്ല. എത്രയോ കാര്യങ്ങൾ വളരെയധികം പിഴവുള്ളതായി സാങ്കേതിക വിദഗ്ധരും ജനാധിപത്യ വിശ്വാസികളും ലോകരാഷ്ട്രങ്ങളെ എതിർത്ത കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജമ്മു കാശ്മീരിനെതിരായി വന്ന നിയമം ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന തരത്തിൽ സർക്കാർ പെരുമാറി. മൃഗീയ ഭൂരിപക്ഷം കയ്യിലുണ്ടെന്ന ധാർഷ്ട്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തിന്റെ പൗരാവകാശത്തിന്റെ മേൽ കടന്നുകയറ്റം നടത്തി. ജനാധിപത്യ വിരുദ്ധമായും ജനദ്രോഹകരമായും നോട്ട് നിരോധനം നടത്തി. അതേപോലെ തന്നെ GST കൊണ്ടുവന്നു. ഇന്ത്യയിലെ സാധാരണക്കാരന്റെ കഞ്ഞുകുടി മുട്ടിക്കുന്ന നിരവധിയായ നിയമങ്ങൾ കൊണ്ടുവന്നു. ഒരു നിയമവും പുനഃപരിശോധിക്കാൻ തയ്യാറായില്ല. പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്നു. രാജ്യത്താകമാനം കത്തിയെരിയുന്ന നിലയിൽ ജനകീയ പ്രക്ഷോഭങ്ങളുണ്ടായി. ആ പ്രക്ഷോഭകാരികളെ ജയിലിലടയ്ക്കാനും അതിന് പ്രേരകമായി പ്രസംഗിച്ചു എന്ന പേരിൽ നിരവധി പേരുടെ മേൽ പ്രേരണക്കുറ്റം ചുമത്താനും അവർക്കൊക്കെ തുറന്നു നിർമ്മിക്കാനുമാണ് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായത്. ഒരു ചുവട് പിന്നോട്ട് പോകാൻ, ഈ നിയമം അഴിച്ചു മാറ്റുമെന്ന് ജനങ്ങളാണ് വലുതെന്ന് പറയാൻ മോദി ഗവൺമെന്റിന് കഴിഞ്ഞില്ല. ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റും ഒരു ജനാധിപത്യ ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ആനുകാലിക ലോകത്തിന് മുൻപിൽ വ്യക്തമായി വെളിപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത്. അതുകൊണ്ട് ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കാൻ വേണ്ടി എപ്പോഴും ജാഗ്രതയോടെ നിലകൊള്ളണം എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരിക. ഒരു സർക്കാർ അതിൻ്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ഒതുങ്ങാതെ ആ ഭൂരിപക്ഷത്തെക്കാൾ ഏറെ വിയോജിപ്പുകളുടെ സ്വരം ശ്രവിക്കുന്നവരായി മാറണമെന്ന ജനാധിപത്യ ബോധം നിലനിർത്തിപ്പോകാൻ നാം ഭരണാധികാരികളെ കടിഞ്ഞാണിട്ട് നിർത്തണം. അധികാരം ജനങ്ങളുടേതാണ്, അധികാരികൾ ജനങ്ങളാണ്. ആ ഒരു കാര്യം ജനാധിപത്യത്തിൽ ഉറപ്പോടെ നമ്മൾ കാണണം. ഓരോ വ്യക്തിക്കും പ്രാധാന്യമുണ്ട്, ഓരോരുത്തരുടെ സ്വരത്തിനും ഇടമുണ്ട് എന്ന് ഉറപ്പാക്കുന്ന രീതിയിൽ വേണം ഭരണം നടക്കാൻ. ജനാധിപത്യ വ്യവസ്ഥയിൽ നിയമത്തെ നീതി ജയിക്കുമെന്ന് ഈ സംഭവം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭാഷണത്തിലൂടെ നൽകാൻ ശ്രമിച്ചത്.